ജഗരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ചിന്നുപാപ്പുവിൻ്റെ മരണം, ആത്മഹത്യ, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ചിന്നുപാപ്പുവിൻ്റെ വിയോഗത്തിന് പിന്നാലെ ഇപ്പോൾ അവളുടെ സുഹൃത്തും കൂടിയിട്ട് ജീവനൊടുക്കിയിരിക്കുകയാണ്. സന്ദേശ് എന്നാണ് ആ വ്യക്തിയുടെ പേര്, ആ പയ്യൻ്റെ പേര്. ഓക്കെ, അതായത് ചിന്നുപാപ്പുവിൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ, അതായത് വേറെ ഭർത്താവുള്ളൊരു സ്ത്രീയുടെ കൂടെ ഒളിച്ചോടിപ്പോയപ്പോൾ, ഒളിച്ചോടുകയെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ കൂടെ പോയപ്പോൾ ഇവൾക്ക് കൂട്ടായി നിന്നത് ഈ ഒരു സുഹൃത്താണ്. അപ്പോൾ ഈ സുഹൃത്ത് ഒരു വാടകയ്ക്ക് ഒരു ക്വാർട്ടേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവള് ആത്മഹത്യ ചെയ്യാനുണ്ടായത്. ഒരു ദിവസം സന്ദേശ് പുറത്ത് പോയപ്പോൾ 2-3 പ്രാവശ്യം ഫോൺ ചെയ്തു, ഇവള് ഫോൺ എടുത്തില്ല. തുടർന്ന് ഒരു സുഹൃത്തിനൊപ്പം ഇയാൾ ഈ സന്ദേശ് വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ചിന്നുപാപ്പു തൂങ്ങി മരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ സുഹൃത്ത് എന്നുള്ള പേരിൽ സ്വാഭാവികമായും പോലീസ് ചോദ്യം ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ പോലീസ് ചോദ്യം ചെയ്യലുണ്ടായി. അപ്പോൾ അധികം നേരമൊന്നും ഇവനെ വെച്ച് ചോദ്യം ചെയ്തിട്ടില്ല, അപ്പം തന്നെ വിട്ടയക്കുകയുണ്ടായി. അതായത് ഇവൻ ഇന്നസെൻസ് അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കുമല്ലോ വേഗം വിട്ടിട്ടുണ്ടാവാം. സോ ഇവന് ആ ഒരു മരണത്തിൽ വലിയ പങ്കുള്ളതായിട്ട് തോന്നിയില്ല. അതായത് ഇപ്പം ഇവനെ അന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അന്ന് അവിടെ അടുത്ത് പുറത്തുള്ളവരൊക്കെ പറഞ്ഞിരുന്നു ഇവനും രേഷ്മയും കൂടിയിട്ട് ഒരുപാട്, ഈ രേഷ്മ എന്ന് പറയുന്നത് ചിന്നുപാപ്പു തന്നെയാണ് കേട്ടോ. അവരുടെ റിയൽ നെയിം രേഷ്മ എന്നാണ്. ചിന്നുപാപ്പു എന്നുള്ളത് ടിക്ടോക്ക് തുടങ്ങുമ്പോൾ അവളിട്ട പേരാണ്. അതായത് ചിന്നു എന്ന് ഇവളുടെ പേരും പാപ്പു എന്ന് ഇവളുടെ ഒരു മൊയിലുണ്ടായിരുന്നു. അപ്പോൾ ആ മൊയിലിൻ്റെ പേരുമാണ് പാപ്പു. അതും കൂട്ടിയിട്ടാണ് ടിക്ടോക്കിൽ ഈ നെയിം ഇടുന്നത്. അതിനുശേഷം ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലേക്കും തുടർന്ന് യൂട്യൂബിലോട്ടും ഇവൾ ചേക്കേറുന്നത്. ഇൻസ്റ്റഗ്രാമിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഇവൾക്ക്. 2 മില്യണിന് മുകളിൽ ഇവൾക്ക് ഫോളോവേഴ്സ് ഉള്ളതാണ്. ഓക്കെ, അപ്പം അന്ന് അയൽവക്കക്കാരൊക്കെ പറഞ്ഞിരുന്നു ഈ രേഷ്മയും ഈ സന്ദേശും തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും, അതായത് വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം രേഷ്മയുടെ മരണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കടുത്ത മാനസിക വിഷമമായിരിക്കാം സന്ദേശിൻ്റെ ആത്മഹത്യക്ക് പിന്നിലെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. അതായത് ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഉളിയത്തടുക്കയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് രേഷ്മ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സന്ദേശും രേഷ്മയും ഒരുമിച്ചായിരുന്നു ഇവിടെ താമസം. രേഷ്മയുടെ മരണത്തിന് പിന്നാലെ പോലീസ് സന്ദേശിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ രേഷ്മയുടെ മരണത്തിൽ സന്ദേശിന് പങ്കില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നിട്ടാണ് ഇയാളെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കുന്നത്. ഈ രേഷ്മയുടെ മരണം സന്ദേശിനെ വല്ലാതെ തളർത്തിയിരിക്കുന്നതായി സുഹൃത്തുക്കളും പോലീസും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാതിരുന്ന സന്ദേശ് രേഷ്മയുടെ മൃതദേഹം അവസാനമായി കാണണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് പോലീസ് സഹായത്തോടെയാണ് പോലീസിനൊപ്പം മോർച്ചറിയിലെത്തിയിട്ടാണ് സന്ദേശ് രേഷ്മയുടെ മൃതശരീരം കണ്ടത്. ഇത് കണ്ടതിന് ശേഷം സന്ദേശ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. സന്ദേശിൻ്റെ മാനസികാവസ്ഥ മോശമായതിനാൽ ഈ മാതാപിതാക്കൾ ഇയാളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ പരിണതഫലമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2:30 സന്ദേശ് സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയത്. ഈ രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് സന്ദേശിൻ്റെയും രേഷ്മയുടെയും ഫോണുകൾ പോലീസ് ശാസ്ത്രീയമായിട്ട് പരിശോധനയ്ക്കായിട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രേഷ്മയുടെ ഭർത്താവ് മറ്റൊരു യുവതിക്കൊപ്പം പോയതും വ്യക്തിപരമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളുമാണ് രേഷ്മയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. സന്ദേശിൻ്റെ മരണത്തിലും പോലീസ് വിശദമായിട്ട് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വരും ദിവസങ്ങളിലായിരിക്കും മിക്കവാറും ഇതിൻ്റെ ചുരുളുകൾ അഴിയാൻ പോകുന്നത്. അന്നേരം നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരാം. ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് ഇതാണ്. അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.